ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ദൂതന്മാർ ഉണ്ട് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. സങ്കീർത്തനങ്ങൾ 91 അധ്യായം 11 വാക്യം. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മെ സംരക്ഷിക്കുന്ന കർത്താവ് നമുക്ക് പ്രത്യേക സംരക്ഷണം നൽകാൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. കാവൽക്കാരായ ദൂതന്മാർ രാവും പകലും നമ്മെ സംരക്ഷിക്കുന്നു. അവർ ഒരു നിമിഷം പോലും ഉറങ്ങുകയോ കണ്ണുകൾ അടയ്ക്കുകയോ ഇല്ല. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു സംഭവം റീഡേഴ്സ് ഡൈജസ്റ്റ് മാസികയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. ഒരു ക്രിസ്ത്യൻ യുവാവ് കാട്ടിൽ മരത്തിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ കാൽ വഴുതി വീണു. ആ പ്രദേശത്തിനടുത്ത് ഒരു വിഷപ്പാമ്പ് ഉണ്ടായിരുന്നു. താഴെ വീണ നിമിഷം അത് കാലിൽ കുത്തി. അതിന്റെ പല്ലുകൾ യുവാവിന്റെ ചെരുപ്പിൽ കുടുങ്ങി. പല്ല് പുറത്തെടുക്കാൻ കഴിയാത്തതിനാൽ പാമ്പ് കൂടുതൽ ക്രൂരമായി തീർന്നു. കനത്ത വിഷം ഉപയോഗിച്ച് അവനെ വീണ്ടും വീണ്ടും കൊത്താൻ തുടങ്ങി. യുവാവിന് മനസാക്ഷി നഷ്ടപ്പെട്ടു. പിന്നെ ഒരു അത്ഭുതകരമായ കാര്യം സംഭവിച്ചു. ഒരു ദൈവദൂതൻ അവനെ എടുത്ത് അവനെ ചുമലിലേറ്റി അവനെ ആ മനുഷ്യന്റെ വീടിന്റെ വാതിൽക്കൽ കിടത്തി. ദൂതൻ ആ മനുഷ്യനോട് പറഞ്ഞു, നീ മരിക്കുകയില്ല, പക്ഷെ കുറച്ചു ദിവസം വിശ്രമിക്കേണ്ടി വരും. അയാൾക്ക് എന്ത് സംഭവിച്ചുവെന്നും എങ്ങനെയാണ് അവനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതെന്നും അവന്റെ മാതാപിതാക്കൾക്ക് അറിയില്ലായിരുന്നു. ഉടൻ തന്നെ അവർ അദ്ദേഹത്തെ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചു. അവന്റെ ജീവൻ അവിടെ സംരക്ഷിക്കപ്പെട്ടു. കുറച്ചു ദിവസം ആശുപത്രിയിൽ കഴിയേണ്ടി വന്നു. അവൻ സൗഖ്യം പ്രാപിച്ചപ്പോൾ അവൻ ദൂതന്മാരെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ഒരു വലിയ സന്തോഷമുണ്ടായി. തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മെ സംരക്ഷിക്കുന്ന കർത്താവ് തന്റെ ദൂതന്മാരിലൂടെ നമ്മെ സംരക്ഷിക്കുന്നു. പ്രകൃതിയിലൂടെ അവൻ നമ്മെ സംരക്ഷിക്കുന്നു. നമ്മെ സംരക്ഷിക്കാൻ അവൻ തന്റെ ഭുജം നീട്ടുന്നു. ഈ ലോകത്തിന്റെ ദോഷങ്ങളിൽ നിന്ന് അവൻ നമ്മെ സംരക്ഷിക്കുക മാത്രമല്ല, എന്നാൽ അവൻ നമ്മെ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് സംരക്ഷിക്കുകയും നമ്മെ ഉയർത്തുകയും ചെയ്യുന്നു. അവൻ ശാപത്തിന്റെ ശക്തി തകർത്ത് നമ്മെ സംരക്ഷിക്കുന്നു. ആകാശത്തിന്റെ ശക്തികളിൽ നിന്നും അഗ്നികടലിൽ നിന്നും കർത്താവ് നമ്മെ സ്നേഹപൂർവ്വം സംരക്ഷിക്കുന്നു. നമ്മെ സംരക്ഷിക്കാൻ വേണ്ടി അവൻ തന്നെ ക്രൂശിൽ സമർപ്പിച്ചു. ക്രൂശിലെ തന്റെ വിലയേറിയ രക്തത്താൽ അവൻ നമ്മുടെ രക്ഷയ്ക്ക് വില നൽകി. മുള്ളുകളാൽ കിരീടമണിയാനും ആണികൊണ്ട് കുത്തപ്പെടാനും തന്റെ വിലയേറിയ രക്തം ചൊരിയാനും നമ്മെ സംരക്ഷിക്കാൻ അവൻ തന്നെ സമർപ്പിച്ചു. ദൈവമക്കളെ, നിങ്ങൾക്ക് നേരെ വെച്ചിരിക്കുന്ന കെണികൾ പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞേക്കില്ല. വിഷമിക്കേണ്ട, ദൈവത്തിന്റെ കണ്ണുകൾ അവയെ കാണുന്നു. നിങ്ങളെ സംരക്ഷിക്കാൻ അവന്റെ കരങ്ങൾ വേഗത്തിൽ നീട്ടിയിരിക്കുന്നു. തന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നിങ്ങളെ സംരക്ഷിക്കുന്ന കർത്താവ് തീർച്ചയായും നിങ്ങളെ സംരക്ഷിക്കുകയും എല്ലാ ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 12 അധ്യായം 7 വാക്യം. യഹോവേ, നീ അവരെ കാത്തുകൊള്ളും, ഈ തലമുറയിൽ നിന്നും നീ അവരെ എന്നും സൂക്ഷിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനം 140, 141, 142 അധ്യായങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 14 അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.